നമുക്കിന്നൊരു ചോക്ലേറ്റ് ചിപ്പ് ബനാന ബ്രെഡ് ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാകുന്ന ഒന്നാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നമുക്കതിനാവശ്യമുള്ള സാധനങ്ങളാണ് പ്ലെയിൻ ഫ്ലോർ, സെൽഫ് റൈസിങ് ഫ്ലോറോ പ്ലെയിൻ ഫ്ലോറോ അല്ലെങ്കിൽ മൈദയോ നമുക്ക് ഒരു 1.5 കപ്പ് ആവശ്യമുണ്ട്. പിന്നെ നമുക്കൊരു ബേക്കിംഗ് സോഡ വേണം. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, സോൾട്ട് 1 നുള്ള്, ചോക്ലേറ്റ് ചിപ്സ് ഒരു 1/2 കപ്പ് വേണം, വാനില എസൻസ് 1 ടീസ്പൂൺ, എഗ്ഗ് ഒരെണ്ണം, ഓയിലിന് പകരം ബട്ടർ ആയാലും ഉപയോഗിക്കാം. ഒരു 1/4 കപ്പ് ഓയിൽ വേണം. പിന്നെ പഞ്ചസാര 1/2 കപ്പും നല്ല പഴുത്ത ബനാന ഒരു 2 എണ്ണം വേണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതുണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഇതിന് വേണ്ടി നമ്മളൊരു ട്രേ നല്ല രീതിയിൽ നെയ്യൊക്കെ പുരട്ടി, നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അതല്ലെങ്കിൽ ഓയിൽ ഉപയോഗിച്ച് ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ഇത് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 ബനാന തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഒന്ന് നമുക്ക് ഫോർക്ക് വെച്ച് ഉടച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഉടച്ചെടുത്ത പഴത്തിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ ഉപയോഗിക്കുന്ന ഗ്രാനുലേറ്റഡ് ഷുഗറാണ്. അതില്ലാത്തവർ പഞ്ചസാര നന്നായിട്ട് പൊടിച്ച് ചേർത്താലും മതി. അത് എളുപ്പം അതിലോട്ട് മിക്സ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഇൻഗ്രീഡിയൻസിലേക്ക് ഓപ്ഷണലാണ്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡർ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. ഈ സിന്നമൺ പൗഡർ ചേർക്കുന്നത് നമ്മുടെ ബ്രെഡിൻ്റെ ഒരു ഫ്ലേവറും ടെക്സ്ചറും ഒക്കെ നല്ല ഇതാവുന്നതിന് സഹായിക്കും. അടുത്ത് നമ്മൾ വേറെ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുക. അതിന് ആവശ്യമുള്ളത് 1.5 കപ്പ് മൈദ അഥവാ സെൽഫ് റൈസിങ് ഫ്ലോറാണ്. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളുപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചല്ലോ. നമ്മൾ ഈ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതിലൂടെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കി വെച്ച മറ്റ് സാധനങ്ങളുണ്ടല്ലോ, പഴവും വാനില എസൻസൊക്കെ ഉള്ള മിക്സ്, ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് രണ്ടും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. നന്നായിട്ട് ഈ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കണം. ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത ഈ ബാറ്റർ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലോഫ് ടിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലോഫ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
നമ്മൾ ലോഫ്റ്റിലേക്ക് ഒഴിച്ച് കൊടുത്ത ആ മിക്സിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് വാൾനട്ട് കട്ട് ചെയ്തതും, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം, ആൽമണ്ടോ വേറെ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ വാൾനട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും അതിൻ്റെ പുറത്തുനിന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഓവനിനകത്തേക്ക് വെക്കാം. ഓരോ ഓവൻ അനുസരിച്ചാണ് ഇതൊരു 40 to 50 മിനിറ്റ്സ് ഏകദേശം നമ്മൾ ഓവനകത്ത് വെച്ച് കൊടുക്കണം. കുറച്ച് കൂടുതൽ നേരം ആവശ്യമുണ്ട് ഇത് ബേക്ക് ചെയ്ത് വരാൻ വേണ്ടി, കാരണം പഴം നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട്. അങ്ങനെ ഓവനകത്തേക്ക് നമ്മൾ വയ്ക്കുകയാണ്. 40 to 50 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ കേക്ക് ആയിട്ടുണ്ട്. കേക്കല്ല, ബ്രെഡാണ്, ബനാന ബ്രെഡ്. കേക്കും പോലെയാണ് ഇരിക്കുന്നത്, ടീ കേക്കൊക്കെ പോലെയാണ്. അതായിട്ടുണ്ട്. നമുക്കിത് പതുക്കെ കട്ട് ചെയ്ത് കഴിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിൽ പഴുത്തു പോകുന്ന ബനാന വല്ലതും ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ഒന്നും ചെയ്യുക. നമുക്കിങ്ങനെ ഒരു കേക്കായിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു രീതിയിൽ കേക്കോ ബ്രെഡോ എന്താണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്.